DCP മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ നിരവധി മാറ്റങ്ങളാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതോടൊപ്പം നിരവധി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന മാസം കൂടിയാണിത്. ഓഗസ്റ്റ് 1 മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളും അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ഗ്യാസ് വിലയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മാസവും 1-ാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടർ വില എണ്ണ വിതരണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതിയും ഗ്യാസ് വിലയിൽ മാറ്റം വന്നിരിക്കുകയാണ്. 19 കിലോ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയിൽ 209 രൂപയാണ് കുറച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വന്നിട്ടുണ്ട്. തുടർച്ചയായ 2-ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന് വില കുറയ്ക്കുന്നത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല. അതോടൊപ്പം 2024 മുതൽ ആരംഭിച്ച ഗ്യാസ് കണക്ഷൻ എടുത്തവരുടെ EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് 15 ഇത് സംബന്ധിച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗുണഭോക്താക്കൾക്ക് സന്ദേശം അയക്കുന്നുണ്ട്. നിശ്ചിത തീയതിക്കകം ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് ഗ്യാസ് വിതരണ കമ്പനികളുടെ സന്ദേശത്തിലുള്ളത്. ഇത് സംബന്ധിച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് വിതരണ ഏജൻസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് റെയിൽവേ സ്റ്റേഷനുകളിൽ റിസർവേഷൻ കൗണ്ടറുകളിൽ നിന്ന് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇനി എളുപ്പമാകും. യാത്രക്കാർക്ക് തത്കാൽ ടിക്കറ്റ് എളുപ്പം ബുക്ക് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഓഗസ്റ്റ് 1 മുതൽ പുതിയ ടോക്കൺ സംവിധാനം വരികയാണ്. തുടക്കത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില റെയിൽവേ സോണുകളിൽ മാത്രമാണ് നടപ്പാക്കുന്നത്. നീണ്ട ക്യൂ ഒഴിവാക്കാനും ബുക്കിംഗ് പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ മാറ്റം. റെയിൽവേ സ്റ്റേഷനിലെത്തി റിസർവേഷൻ കൗണ്ടറുകൾ വഴി നേരിട്ട് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് മാത്രമാണ് പുതിയ വ്യവസ്ഥ ബാധകമാകുക. IRCTC വഴിയുള്ള ഓൺലൈൻ തത്കാൽ ബുക്കിംഗ് സംവിധാനം മാറ്റമില്ലാതെ തുടരും. അടുത്ത അറിയിപ്പ് രാജ്യത്തുടനീളമുള്ള ബാങ്കുകളും ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ഓഗസ്റ്റ് മാസം മുതൽ സെൻട്രൽ CKYC അഥവാ സെൻട്രൽ നോ യുവർ കസ്റ്റമർ 2.0 എന്ന പുതിയ ഏകീകൃത ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുകയാണ്. ഇത് നിലവിൽ വരുന്നതോടെ ഓരോ ധനകാര്യ സ്ഥാപനത്തിലും ഉപഭോക്താക്കൾ വെവ്വേറെ KYC രേഖകൾ നൽകേണ്ടതില്ല. CKYC 2.0 റെപ്പോസിറ്ററി വഴി ഉപഭോക്താവിൻ്റെ വിലാസം, ഫോൺ നമ്പർ, ഫോട്ടോ എന്നിവ എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭ്യമാകുന്നതിനാൽ അക്കൗണ്ട് തുറക്കൽ, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എന്നിവയിലെ കാലതാമസം ഒഴിവാകുകയും ധനകാര്യ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സാധിക്കുകയും ചെയ്യും. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഓണക്കാലത്തോടനുബന്ധിച്ച് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുകയാണ്. തുണിസഞ്ചി ഉൾപ്പെടെ 16 പ്രധാനപ്പെട്ട ഭക്ഷ്യ അത്യാവശ്യ വിഭവങ്ങൾ അടങ്ങിയതാണ് ഈ കിറ്റ്. അതോടൊപ്പം ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് 3 മുതൽ ആരംഭിക്കും. ഓണമാസമായതിനാൽ തന്നെ നീലവെള്ള കാർഡുകാർക്ക് അധിക വിഹിതങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കുന്നതോടൊപ്പം സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും, സ്പെഷ്യൽ വിഹിതമായി 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ നീല കാർഡിന് ലഭിക്കും. വെള്ളക്കാർഡിന് 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതോടൊപ്പം സ്പെഷ്യൽ വിഹിതമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് 4 കിലോ വരെ ആട്ടയും 17 രൂപ നിരക്കിൽ ലഭിക്കും. അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഈ മാസവും തുടരുകയാണ്. മസ്റ്ററിംഗ് ഇതിനകം പൂർത്തിയാക്കാത്തവർക്കും ഓണപ്പെൻഷൻ ലഭിക്കുന്നതാണ്. 2 മാസത്തെ തുക ഓണപ്പെൻഷനായി ലഭിക്കുമെന്ന അറിയിപ്പുകളൊക്കെ എത്തുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കൃത്യമായി വിവരം ലഭിച്ചാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ് HDFC, ICICI, SBI തുടങ്ങിയ പ്രമുഖ ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗ നിയമങ്ങളിലും റിവാർഡ് പോയിന്റ് നയങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ലോഞ്ച് ആക്സസ്, യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ, ഇന്ധനം വാങ്ങൽ എന്നിവയിലുള്ള റിവാർഡ് പോയിന്റുകൾക്ക് പുതിയ പരിധികളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെയും സപ്ലൈകോയുടെയും നേതൃത്വത്തിലുള്ള 2026 ഓണം വിപണി ഇടപെടലിന്റെ ഭാഗമായുള്ള സപ്ലൈകോ ഓണം ട്രേഡ് ഫെയറുകൾ ഓഗസ്റ്റ് 8 മുതൽ ആരംഭിക്കും. പ്രധാന മേളകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 8 നടക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ മെഗാ ഓണം ഫെയറുകളും സംഘടിപ്പിക്കും. ഇതിന് തുടർച്ചയായി ഓഗസ്റ്റ് 12 മുതൽ സംസ്ഥാനത്തെ ജില്ലാതലങ്ങളിലും തുടർന്ന് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലും ഓണച്ചന്തകൾ സജ്ജീകരിക്കും. അതായത് മറ്റു 11 ജില്ലകളിലെ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ പ്രവർത്തിക്കും. വിലക്കയറ്റം തടയുന്നതിനായി 13 സബ്സിഡി സാധനങ്ങൾക്കും ഓണം സ്പെഷ്യൽ ഉൽപ്പന്നങ്ങൾക്കും പുറമെ ഹോർട്ടികോർപ്പുമായി സഹകരിച്ച് വിലക്കുറവിൽ പച്ചക്കറികളും ഈ ഓണം മേളകളിലൂടെ ലഭ്യമാക്കും. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കാനും പുതിയ ആനുകൂല്യങ്ങൾ ലഭിക്കാനുമൊക്കെ ഈ അറിയിപ്പുകൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.